ഞാൻ വളരെ 10 വർഷത്തിന് മേലായി എനിക്ക് എൻ്റെ നടുവിൻ്റെ ഡിസ്കെല്ലാം കംപ്ലൈൻ്റായിട്ട് എനിക്ക് എഴുന്നേൽക്കാൻ വയ്യാത്ത ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അത് ഞാൻ അന്ന് ദുബൈയിലായിരുന്നു. അവിടെ വെച്ച് എനിക്ക് നാട്ടിലേക്ക് വരാൻ വയ്യാത്ത സാഹചര്യമായതിനാൽ എനിക്ക് അവിടെ വെച്ച് തന്നെ ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്തിട്ട് ഒരു വർഷം വന്നതിന് മുമ്പ് ഞാൻ റിട്ടയർഡായി ഞാൻ തിരിച്ചു പോയിരുന്നു. നാട്ടിൽ വന്ന് ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കാലിനും നടുവിനും എല്ലാം വളരെ വേദനയായി, എനിക്ക് എഴുന്നേൽക്കാൻ വയ്യാത്ത കണ്ടീഷനായിട്ടുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ വീടിനടുത്തുള്ള ഒരു സഹോദരി ഈ ആര്യ ആയുർവേദ ഹോസ്പിറ്റലിനെ കുറിച്ച് വന്ന് ചികിത്സിച്ചിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ്, ഞാനും ഇതുപോലെ വലിയ ബുദ്ധിമുട്ടിൽ കൂടെ പോയ ആളാണ്, ഞാനിപ്പോൾ അവിടെ പോയി എനിക്ക് വളരെ ഭേദമായി, എൻ്റെ കൈയും കാലും ഒന്നും പൊക്കാനും അനക്കാനും വയ്യായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നെ കൈയും കാലും ഒക്കെ പൊക്കി എനിക്ക് കാണിച്ചു. അപ്പോൾ എനിക്കത് വിശ്വാസമായി. ഞാൻ ഇവിടെ 10 ദിവസത്തിന് മേലായി ഞാൻ ഈ സ്ഥാപനത്തിൽ വന്നിട്ട് ഇവിടെ വന്ന് ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഇപ്പോൾ എനിക്ക് വളരെയധികം ആശ്വാസമുണ്ട്. അതുപോലെ എൻ്റെ ഭാര്യയ്ക്കും നടുവേദനയും വെരിക്കോസിൻ്റെ ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചാണ് ഇവിടെ ചികിത്സിച്ചത്. വളരെയധികം ഞങ്ങൾക്ക് ആശ്വാസവും വളരെ സുഖവുമായിട്ട് ഞങ്ങൾ ഇരിക്കുന്നു. ഇവിടുത്തെ ഡോക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞാൽ ഞങ്ങളുടെ അശോക് ഡോക്ടർ, കണ്ണൻ ഡോക്ടർ, ജീന ഡോക്ടർ, ഇവരൊക്കെ നമ്മളോട് കാണിക്കുന്ന ആ സ്നേഹവും ആ സഹകരണമൊക്കെ വളരെ നമുക്ക് നല്ല പ്രയോജനം തരുന്നതും നമുക്ക് ആശ്വാസം തരുന്നതാണ്. ഇവിടുത്തെ സ്റ്റാഫുകളെക്കുറിച്ച് പറഞ്ഞാൽ എല്ലാവരും നമ്മളോടൊപ്പം നിന്ന് നമ്മുടെ ആവശ്യങ്ങളൊക്കെ അറിഞ്ഞ് നമ്മളോട് സഹകരിച്ച് ചെയ്യുന്ന ഒരു സ്ഥാപനമാണിത്. അതുപോലെ നമുക്ക് ഫുഡാണെങ്കിൽ നമ്മുടെ ഭവനത്തിൽ വയ്ക്കുന്നതിനേക്കാൾ ടേസ്റ്റോടുകൂടി നല്ല ഫുഡും ഇവിടെ ലഭ്യമാണ്. എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ള, ഇങ്ങനെ എന്നെപ്പോലെ ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആശ്വാസമാണ്, സമാധാനമാണ്, സൗഖ്യമാണ്. അതിന് നിങ്ങൾ ട്രൈ ചെയ്യുക, വരിക. നിങ്ങൾ അനുഭവത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും, വന്നെങ്കിലേ അത് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് എൻ്റെ അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവച്ചതാണ്. വരിക, നിങ്ങൾക്ക് ആശ്വാസം പ്രാപിക്കുക. ഓക്കെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി.